ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നല്ല ഉറക്കം വരുന്നുണ്ട്, എനിക്കും വരുന്നുണ്ടായിരുന്നു, ഇവക്കും നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പരശ്ശിനിക്കടവിലാണ്. അപ്പോൾ രാവിലെ 2:50 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു 5 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഹസ്ബൻഡിനെയും എൻ്റെ ഏട്ടനെയും വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതാ ഈ പട്ടി നമ്മളടുത്തേക്ക് വന്നിട്ട് കുറേ സമയം അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ കിയാരയ്ക്കും നല്ല സന്തോഷമായി അതിനെ കണ്ടിട്ട്. അപ്പോൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വേറെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളതായിരുന്നു. പിന്നെ അവർ വരുന്നത് വരെ ഒന്നും നമ്മൾ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, കുറേ സമയം അവിടെ തന്നെ നിന്നു. പിന്നെ നമുക്ക് തോന്നി ഉള്ളിലോട്ട് പോവാന്ന്, പിന്നെ തിരക്കായാലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോകുന്നുള്ളതാണ്. ആള് കുറവല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുള്ളതാണ്. ഇങ്ങനെ നമ്മളിപ്പോൾ പോകുമ്പോൾ അങ്ങനെ ആരെയും കാണുന്നൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആള് കുറവായിരിക്കുന്നു. പക്ഷെ നല്ല ആളുണ്ടായിരുന്നു, കാരണം എല്ലാവരും നട തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയോ ഉള്ളിലേക്ക് കയറി. രാവിലെ വന്നതുകൊണ്ട് തെയ്യത്തിനെ മുഴുവനായിട്ട് കാണാൻ പറ്റി, ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ പറ്റി. നല്ല ആൾക്കാരും ഉണ്ടായിരുന്നു. ഇവളെ കണ്ടോ, ഇവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ആ വണ്ടിയിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഉറങ്ങിയത് മാത്രമായിരുന്നു. പിന്നെ ആൾക്ക് നല്ല ഉറക്കവും വരുന്നുണ്ടായിരുന്നു. ഫീഡ് ചെയ്തതിന് ശേഷം ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല, നല്ല മൂഡിലായിരുന്നു. ഏട്ടൻ്റെ കയ്യിലായാലും എല്ലാവരെയും കണ്ട് അവരോടൊക്കെ ഇങ്ങനെ ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ചോറ് കൊടുക്കാൻ പോയടുത്ത് ഭയങ്കര തിരക്കായിരുന്നു, കാരണം നമുക്ക് കിട്ടിയ ടോക്കന് 14ആയിരുന്നു നമ്പർ. അപ്പോൾ നമ്മൾ അവിടെ തെയ്യമൊക്കെ കഴിഞ്ഞിട്ട് തെയ്യത്തിനെ തൊഴുതതിന് ശേഷമായിരുന്നു ചോറ് കൊടുക്കുന്നിടത്തേക്ക് പോയത്. അപ്പോൾ അവിടെ എത്തുമ്പോൾ ടോക്കന് 18 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് തിരക്കായിരുന്നു. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞു അവരോട് നമ്മൾ ടോക്കന് 14ആണ്. അപ്പോൾ അവർ നമ്മളെ വേഗം ചോറ് കൊടുക്കാൻ സമ്മതിച്ചു. അപ്പോൾ ഇവളപ്പോൾ ഇതിനു മുമ്പ് നല്ല കരച്ചിലായിരുന്നു, കാരണം അവിടെ ഫുള്ള് റഷായിരുന്നു തൊഴാൻ പോകുന്നിടത്ത്. അപ്പോൾ തെയ്യത്തിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ഈ റഷിലൂടെ കുഞ്ഞിനെ എടുത്തിട്ട് വന്നത്, നമ്മളോട് പറഞ്ഞില്ലെങ്കിൽ വേഗം വിടില്ലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ചീത്ത പറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല. ആ തിരക്കിൽ തന്നെ ആയിരുന്നു തൊഴാൻ പോയത്. അപ്പോൾ ഇവർക്ക് ഫുൾ ഇറിറ്റേഷനും ദേഷ്യവും എന്തൊക്കെയായിട്ട് ഫുള്ള് കരച്ചിലായിരുന്നു. അപ്പോൾ അവിടെ ഒരാൾക്ക് മാത്രമേ ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോഴുള്ള റൂൾസാണോ അതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ മാമൻ്റെ കുഞ്ഞിക്ക് ചോറ് കൊടുക്കുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കുഞ്ഞിക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ തിരക്കിലാണോ അവരങ്ങനെ ചെയ്തതോ അതോ ഇപ്പോഴുള്ള റൂൾസ് തന്നെ അങ്ങനെയാണോ, ഒരാൾക്ക് മാത്രമേ ചോറ് കൊടുക്കാൻ പറ്റുള്ളൂ, അതെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പിന്നെ ഇവൾക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കുറച്ച് അതവൾക്ക് കൊടുത്തു. നല്ലോണം കൊടുത്തിട്ടൊന്നുമില്ല, കുറച്ചായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് ആരും കൊടുക്കാത്തത് കൊണ്ട് നമ്മളിവിടെ ഇരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഹോക്ക് എല്ലാവരും കൊടുക്കുന്നുണ്ടായിരുന്നു. ഏട്ടനും പിന്നെ 2 അമ്മമാരും അനിയത്തിയും എല്ലാവരും കൊടുത്തു. അപ്പോൾ ഇവക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടായിരുന്നു, കാരണം നല്ല ടേസ്റ്റ്, നല്ല സ്വീറ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു. ഒരു പായസം ടൈപ്പാണല്ലോ അത്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവക്ക് അത് പിന്നെയും പിന്നെയും വേണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അത് തന്നെ നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു.
അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ടേക്ക് തന്നെ വന്നു. അപ്പോൾ അമ്മയും രണ്ടമ്മമാരെയും അവിടെ നിർത്തിയിട്ടായിരുന്നു വന്നത്. കാരണം അവർ നല്ല തിരക്കുണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് വരുന്നില്ല എന്നും പറഞ്ഞു. കാരണം അത്രയും ആൾക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ടായതായിരുന്നു. അപ്പം ഞങ്ങളുടെ ഫോട്ടോസൊക്കെ കഴിഞ്ഞു. ഏട്ടൻ്റെ ഫോട്ടോ എടുക്കുന്നുള്ളതാണ്. പോക്ക് വലിയ ചിരിയൊന്നുമില്ല. അപ്പോൾ അമ്മൂത അവിടെ അവളെ ചിരിപ്പിക്കുന്നുള്ളതാണ്. എന്നിട്ടും അവൾ ചിരിക്കുന്നൊന്നും ഉണ്ടായിട്ടില്ല. അത് കഴിഞ്ഞിട്ട് അവൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അവർ. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ വെള്ളമൊക്കെ കാണിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളതായിരുന്നു. അപ്പോൾ ഇവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെയും കുഞ്ഞിൻ്റെയും കുറച്ച് ഫോട്ടോസ് ഓളും എടുത്തു തന്നു. അപ്പോൾ ഇവളെ ഞാൻ വെള്ളം കാണിക്കാൻ നോക്കുവാണ്. പക്ഷെ ഓളങ്ങനെ നോക്കുന്നൊന്നുമില്ല. അവൾ വേറെ ഏതോ ലോകത്തുള്ളത് പോലെയാണുള്ളത്. കാരണം ഉറക്കവും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു. അപ്പോൾ ഇവിടെ ആണെങ്കിൽ എല്ലാവരും ഉണ്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ നല്ല വ്യൂ ആണ് അമ്പലത്തിൻ്റേത് കിട്ടുന്നത്. അപ്പോൾ ഫോട്ടോസൊക്കെ അടിപൊളിയായിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഒരു സ്ത്രീ കാറ്റാടി പോലത്തെ സാധനം ഇവളുടെ കയ്യിൽ നിർബന്ധിച്ചിട്ട് അത് കൊടുത്തു. നമ്മൾ വേണ്ടാന്ന് എത്ര പറഞ്ഞിട്ട് അവർ കേൾക്കുന്നുണ്ടായിട്ട്. അപ്പോൾ കയ്യിൽ ആരുടെ കയ്യിലും ക്യാഷ് ഇല്ല. കാരണം എല്ലാവരും ഇപ്പോൾ ഗൂഗിൾ പേ ആണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ ഗൂഗിൾ പേ ഇല്ല. പിന്നെ അത് 20 റുപ്പീസ് ഉണ്ടായത് കൊടുത്തിട്ട് അത് അവർ നമുക്ക് തന്നു. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. സിംഗിൾ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓന് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതായിരുന്നു. പിന്നെ നമ്മൾ അമ്മമാരെയും പിന്നെ ഏട്ടനെയും വെയിറ്റ് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്നുള്ളതാണ്. അവരവിടെ നിർത്തിയിട്ടാണല്ലോ നമ്മൾ ഫോട്ടോ എടുക്കാൻ പോയത്. അപ്പോൾ തിരിച്ച് വരുമ്പോൾ അവരവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവിടുത്തെ ഇങ്ങനെ കുറേ ചന്തമൊക്കെ ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങനെ വാങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ. വാങ്ങാനുള്ള അതൊന്നും കറങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു സംഭവം തന്നെ അവർ 60 രൂപയ്ക്ക് വിൽക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ 20 രൂപയ്ക്ക് നമുക്ക് അവരത് തന്നു. കാരണം അവർക്കത് സെയിലാവണം. പിന്നെ ഈ ഒരു ഡോള് ഞാൻ രാവിലെ ഇവിടെ വരുമ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചതായിരുന്നു ഇവർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ അത് ഏട്ടനോട് വാങ്ങിത്തരാൻ പറഞ്ഞു. പക്ഷേ റെഡിനേക്കാളും എനിക്ക് ബ്ലൂ ഇഷ്ടപ്പെട്ടു. ഭയങ്കര ടയർഡ്നെസ് ആയിരുന്നു എല്ലാവർക്കും. കാരണം ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ തൊഴാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു തിരക്ക് കാരണവും ഭയങ്കര ടയർഡായിരുന്നു. പിന്നെ ഈ സ്റ്റെപ്പും കയറിയിട്ട് പിന്നെ പറയണ്ടല്ലോ, തീരെ വയ്യ നടക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയും വണ്ടീൻ്റെ അടുത്ത് എത്തിയാൽ മതി എന്നായിരുന്നു. പിന്നെ വണ്ടീൻ്റെ അടുത്ത് എത്തിയപ്പോൾ നമ്മൾ വേറെ വണ്ടിയിലായിരുന്നു പോയത്. അപ്പോൾ ഇവർ ഹസ്ബൻഡും കുഞ്ഞും ഏട്ടനും ഒക്കെ വേഗം എത്തി. ഞങ്ങൾ വല്ലയായിരുന്നു എത്തിയത്. അപ്പോൾ ഇവൾ ഭയങ്കര ഹാപ്പിയാണ്. കാരണം അവൾക്കിതൊന്നും അറിയണ്ടല്ലോ. പിന്നെ വണ്ടിയിൽ കയറിയപ്പോൾ ഭയങ്കര ആശ്വാസമായിരുന്നു. എങ്ങനെയും എത്തിയല്ലോ എന്നായിരുന്നു വിചാരിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അപ്പോൾ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്കായിരുന്നു ഫുഡ് കഴിക്കാൻ പോയത്. അപ്പോൾ അവിടുത്തെ ആംബിയൻസൊക്കെ നല്ല അടിപൊളിയാണ്. ഫുള്ള് ചെടികളും എന്തൊക്കെയായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫുള്ളൊരു പച്ചപ്പ് പോലെ ആയിരുന്നു. പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അവിടെ എത്തിയതിന് ശേഷം. അപ്പം ഞാൻ മസാല ദോശ ഒക്കെ ഓർഡർ ചെയ്തിട്ട് കുഞ്ഞിക്ക് ഫീഡ് ചെയ്യാൻ പോയതായിരുന്നു. പക്ഷെ ഞാൻ വരുമ്പോഴത്തേക്കും അതിൻ്റെ പകുതിയും തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. പക്ഷേ ജ്യൂസ് അങ്ങനെ ഇപ്പോൾ ചിക്കു ജ്യൂസ് ഓർഡർ ചെയ്താൽ അതിന് കരിമ്പിൻ്റെ ജ്യൂസൊക്കെ മിക്സ് ചെയ്തിട്ടാണ് അവർ തരുന്നത്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഓർഡർ ചെയ്തത് പൈനാപ്പിൾ ജ്യൂസായിരുന്നു. എനിക്കത് കുഴപ്പമുണ്ടായിരുന്നില്ല. കാരണം വലിയ വ്യത്യാസമൊന്നും അറിയുന്നുണ്ടായിട്ടില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.